ഇന്ന് ദേശീയ നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോഴിക്കോട്ട് എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ UDF പ്രചാരണം കുറച്ചുകൂടി ശക്തിപ്പെടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വർഷ ഗിരീഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. വർഷ, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം? അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? വിവരങ്ങൾ. ഇന്ന് 3 മണിക്കാണ് രാഹുൽ ഗാന്ധി കരിപ്പൂർ എയർപോർട്ടിൽ എത്തുക. ശേഷം 4:30 കൂടിയാണ് ഇവിടെ ഈ കോഴിക്കോട് ബീച്ചിൽ സജ്ജീകരിച്ചിട്ടുള്ള UDFന്റെ റാലി നടക്കുക. ഈ ഒരു UDFനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ പ്രകടനം കൂടിയായിരിക്കും ഈ റാലി എന്നുള്ളതാണ്. കാരണം സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം 2000-ഓളം ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഈ ഒരു കോഴിക്കോട് ബീച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേരും തന്നെയാണ് UDFന്റെ പ്രതീക്ഷ. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആദ്യ പര്യടനമാണ് ഇന്ന് കോഴിക്കോട് നടക്കുന്നത്. സംസ്ഥാന തലത്തിൽ അദ്ദേഹത്തിന്റെ പര്യടനം ഉണ്ടാകും. അതിന്റെ തുടക്കമാണ് ഇന്ന് കോഴിക്കോട് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ ആവശ്യത്തിലാണ് UDFന്റെ സ്ഥാനാർത്ഥികളും അതേപോലെ UDF പ്രവർത്തകരും എല്ലാം ഉള്ളത്. വളരെ ചൂടേറിയ ഒരു പ്രചരണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രചരണത്തിന് കൂടുതൽ ചൂടേറുന്ന, കൂടുതൽ ആവേശകരമാകുന്ന ഒരു ഘട്ടമാണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു ഒരുക്കങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മളോടൊപ്പം കോഴിക്കോട് നോർത്ത് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് K ജയന്ത് ചേരുന്നുണ്ട്. ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായോ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ ഒരു ജനസമുദ്രമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. മലബാറിലെ UDF രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കുന്ന ഒരു പരിപാടിയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ക്യാമ്പയിൻ ഈ ഒരു പ്രോഗ്രാമോടുകൂടി മലബാറിലെ മുഴുവൻ സീറ്റുകളിലേക്കും അതൊരു വൈദ്യുതി തരംഗം പോലെ പോകാൻ പോവുകയാണ്. ഈ മേഖലയിൽ ഒരൊറ്റ സീറ്റുമില്ലാതെ UDF ജയിക്കത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ഈ മേഖലയിലുണ്ട്. അത് തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി പ്രവർത്തകരുടെ ആവേശം അതങ്ങ് കൊടുമുടിയിലെത്തും. അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും അതിൻ്റെ ഊർജം എല്ലാ അർത്ഥത്തിലും ഉണ്ടാവും. കൂടുതൽ ആവേശം പകരും. 100% സ്വാഭാവികമല്ലേ. കേരളത്തിൽ രാഹുൽ ഗാന്ധി ഈ എടുക്കുന്ന പൊളിറ്റിക്കൽ പൊസിഷനോട് ഏറ്റവും താല്പര്യമുള്ള മനുഷ്യരാണ് മഹാഭൂരിപക്ഷം പേരും. ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നേതാവ് കേരളത്തിൽ രാഹുൽ ഗാന്ധിയാണ്. തൊട്ടടുത്ത് പോലും ആരുമില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിൻ്റേത് മാത്രമല്ല, ഇന്ത്യയിലെ മതേതര ജനാധിപത്യ സമൂഹം വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു തുടർചലനങ്ങൾ ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കമില്ല. അല്ല, വൈകിട്ട് ഈ പറയുന്ന കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഏതാണ്ട് എത്തി തുടങ്ങിക്കഴിഞ്ഞു. കൃത്യസമയത്ത് തന്നെ പരിപാടികൾ ആരംഭിക്കും. രാഹുൽ ഗാന്ധി ഇവിടെ വെച്ച് ആക്ച്വലി കേരളത്തിൻ്റെ ക്യാമ്പയിൻ ആരംഭിക്കാൻ പോകുന്നത്, ഒരു റിയൽ ക്യാമ്പയിൻ ആരംഭിക്കാൻ പോകുന്നത് ഇന്നായിരിക്കും. 5 ഗ്യാരണ്ടിയിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഗ്യാരണ്ടിയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കിയതിൻ്റെ അഭിമാനത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധി ജനങ്ങളെ കാണാൻ വരുന്നത്. അതല്ലാതെ കടലാസിലൊതുങ്ങുന്ന വാഗ്ദാനങ്ങളായിരുന്നില്ല അതൊന്നും. അതെല്ലാം പൂർണ്ണമായി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയതിൻ്റെ ആ ഒരു പ്രോഗ്രസ് കാർഡുമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരുന്നത്. എന്തായാലും വളരെ ആവേശത്തിലാണ് SKN എല്ലാ പ്രവർത്തകരും ഉള്ളത്. സ്ഥാനാർത്ഥികളെല്ലാം വലിയ ആവേശത്തിലാണ്. ഇന്നാണ് ശരിക്കും യഥാർത്ഥ പ്രചരണം തുടങ്ങുന്നത് എന്നാണ് സ്ഥാനാർത്ഥികളെല്ലാം പറയുന്നത്. ഇതിനുശേഷം ഈ ഒരു റാലിക്ക് ശേഷം ഇവിടെ സംസ്ഥാന തലത്തിൽ UDFന്റെ പ്രചരണത്തിനായി ഒരുക്കിയിട്ടുള്ള ബസിന്റെ ഫ്ലാഗ് ഓഫും നടക്കുന്നുണ്ട്. ശേഷം ആ ബസ്സിലായിരിക്കും രാഹുൽ ഗാന്ധി ഇവിടെ നിന്നും മടങ്ങുക. അദ്ദേഹത്തോടൊപ്പം അതിൽ നമുക്കറിയാം ഹർഷീന, ആരോഗ്യ മേഖലയിലെ തളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായ ഹർഷീനയും അതോടൊപ്പം ഫുട്ബോൾ താരങ്ങൾ, മറ്റ് തൊഴിലുറപ്പിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ ഒരു അദ്ദേഹത്തോടൊപ്പം ഈ ബസ്സിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്നാലും വളരെ ആവേശകരമായി തന്നെ രാഹുൽ ഗാന്ധിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് കോഴിക്കോട്. വർഷ ഗിരീഷാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേർന്ന്. രാഹുൽ ഗാന്ധി ഇന്ന് കോഴിക്കോട് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതോടെ UDFന്റെ പ്രചാരണ പരിപാടികൾ കൂടുതൽ ശക്തിപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.